എടാ ഓംകാര, നിന്നോട് സ്നേഹം ഉണ്ടായിട്ട് പറയാ. അത് എന്താണെന്നറിയോ? എന്താടാ നീ കൂടെ എന്നെ കൺഫ്യൂഷൻ അടുപ്പിക്കുവാണോ? അല്ലടാ, ആ തോന്നിവാസി എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഡള്ളാവാതെ. നിനക്കും എനിക്കും അറിയാവുന്ന കാര്യമല്ലേ, എൻ്റെ സിസ്റ്ററാണ് എൻ്റെ ചാറൂസെന്ന്. എടാ എനിക്കിപ്പോൾ ഡൗട്ടാടാ, എനിക്ക് ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ലടാ. എടാ അത്രയ്ക്കേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം. എടാ അതൊന്നുമല്ല, നിനക്കറിയാലോ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ആഗ്രഹവും പ്രതീക്ഷയും എൻ്റെ സ്വപ്നവും എല്ലാം ആണ് എൻ്റെ ചാരൂസ്. അവൾക്ക് വേണ്ടിയാണ് ഒരുപാട് കഷ്ടത്തിൽ നിന്ന് ഞാൻ ഇത്രയും ഈ ഒരു നിലയിൽ വയ്ക്കുന്നത്. അറിയാലോ നിനക്ക്, അവൾക്ക് വേണ്ടി മാത്രം. നിനക്കറിയോ എൻ്റെ ചാരൂസിനും എനിക്ക് അത്ര ഇഷ്ടമാണ്. എടാ നിന്റെ ചാരൂസല്ലോ സിസ്റ്റർ. എടാ അതാ എനിക്കിപ്പോൾ ടോട്ടൽ കൺഫ്യൂഷനാണ്. എൻ്റെ ചാരൂസ് അവളിപ്പോൾ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ കൺമുന്നിലുണ്ടെന്ന് അവൾ പറയുന്നത്. രുദ്ര, എടാ അവൾ വെള്ളത്തിന് പുറത്ത് വല്ലതും പറഞ്ഞെന്നും കരുതി നീ ഇങ്ങനെ സാഡ് ആവേണ്ട വല്ല ആവശ്യമുണ്ടോ? എടാ നിന്റെ ചാർസ് എൻ്റെ സിസ്റ്ററാണ്, അഞ്ചുമാണ്. അത് മാത്രം നീ വിശ്വസിച്ചാൽ മതി. ഇല്ലടാ, എനിക്ക് സത്യം അറിയണം. ആരാ എൻ്റെ ചാരൂസ് ഉള്ള സത്യം എനിക്കറിയണം. എനിക്കറിയണോടാ. എടാ പ്ലീസ്, എങ്ങനെയെങ്കിലും എനിക്ക് അഞ്ജുനൊന്ന് കാണണം. എനിക്കും അവൾക്കും അറിയാവുന്ന മാത്രം കുറച്ച് രഹസ്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവളുടെ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണം. എൻ്റെ ചാരൂസ് ആണെന്നുള്ള ആ ഒരു തെളിവ് മതി എനിക്ക്. എനിക്ക് അറിയത്തില്ലടോ, എനിക്ക് അവളെ വേണമെന്നാ. എൻ്റെ ചാരൂസ് എനിക്ക് വേണം. എനിക്കറിയാം, എൻ്റെ ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് അമ്മമ്മേൻ്റെ ഇഷ്ടമാണ് അവളെ. എൻ്റെ ചാരൂസിന് അതെനിക്ക് പറ്റത്തില്ലടാ. എടാ എടാ എനിക്കറിയാത്തടാ. എടാ എങ്ങനെയെങ്കിലും നമുക്ക് അർജുനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്താം. എടാ എനിക്കറിയത്തില്ലടാ. എനിക്ക് എങ്ങനെയെങ്കിലും അർജുനെ അവരിൽ നിന്ന് റിലീസ് ചെയ്യണം. കാരണം എങ്കിലും എൻ്റെ ചാരു ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് തോൽവിയാടാ എനിക്ക്. ഞാൻ ഒരു തോൽവി ആടാ, ഭൂലോക തോൽവി. കാരണം എൻ്റെ ചാരൂസ് ആരാണെന്നിപ്പോൾ എനിക്ക് തന്നെ ഡൗട്ടാടാ. എനിക്ക് ഇത് പറഞ്ഞതുപോലെ ഞാൻ ഒരു മണ്ടനാടാ. എൻ്റെ സ്വന്തം പെണ്ണിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലടാ. അവള് കുടിച്ചിട്ടാണെങ്കിലും, അവള് അഹങ്കാരിയാണെങ്കിലും, താന്തൂമിയാണെങ്കിലും അവള് പറഞ്ഞ സത്യമല്ല. എന്ത് സത്യം? അല്ല എൻ്റെ ചാരു അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോടാ. എടാ അവള് എനിക്കൊന്നും പറയിപ്പിക്കരുത്. നീ അവള് പറഞ്ഞെല്ലാം വിശ്വസിച്ചോണ്ടിരിക്കുക. എടാ അഞ്ജുനെ നീ ചതിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എടാ നീ യാഥാർത്ഥ്യത്തിലോട്ട് പാടാ പ്ലീസ്. യാഥാർത്ഥ്യത്തിൽ തന്നെ ഞാൻ ഇരിക്കുന്നു ഇപ്പോൾ. പക്ഷെ എനിക്ക് എൻ്റെ ചാരുവിനെ കണ്ടുപിടിക്കണം. രുദ്രയുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം അഞ്ചു എൻ്റെ ചാരുവെന്ന്. എടാ നമുക്ക് തെളിയിക്കാം. പെട്ടെന്ന് നമുക്ക് ഇതിൽ ഒരു തീരുമാനം കണ്ടെത്താൻ പറ്റത്തില്ല. നിനക്കറിയോ ഓംകാര, എൻ്റെ സിസ്റ്ററിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ ഒരു നിശ്ചല പ്രതിമയായിട്ട് നിൽക്കുക. കാരണം നിനക്ക് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ. അത് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു സഹോദരൻ്റെ ഹൃദയം എന്തിനു വേണ്ടി വേദനിക്കണമെന്ന് എനിക്കറിയാവോടാ. എൻ്റെ സിസ്റ്റത്തെ അവർക്ക് ടോർച്ചർ ചെയ്യുന്നത്. എടാ നിന്നെപ്പോലെ തന്നെയാണ് എനിക്ക് അഞ്ജു. കാരണം എൻ്റെ കുഞ്ഞുനാളിൽ അവള് ഞങ്ങൾക്ക് മിസ്സായതാ. അല്ല നിനക്ക് അതിനുശേഷം കണ്ടുമുട്ടിയിട്ട് ഒരു മാസം പോലും തികയുന്നില്ല. അതറിയോ? എല്ലാം എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ നിന്നെ അറിയിക്കാതെ. എടാ മനസ്സിലാക്കടാ. എടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ
ഒരു പക്ഷേ ഇതാ എങ്ങനെയും അഞ്ജുനെ രക്ഷപ്പെടുത്തണം. അത് മാത്രമാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ചാരുവിൻ്റെ കാര്യം പിന്നെ. എടാ മനസ്സിലാക്കി, എൻ്റെ സിസ്റ്ററാണ് നിന്റെ ചാരു. എടാ നീ ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നാലും എൻ്റെ തലയിലോട്ട് എൻ്റെ ഹൃദയത്തിലോട്ട് കയറുന്നില്ലടാ. അതെങ്ങനെയാടാ ഒരു റോബോട്ടിനെ പോലെ കുത്തി നിറയ്ക്കാൻ പറ്റുക? എനിക്ക് എൻ്റെ ചാരുവിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോടാ. എടാ ഇനി നിന്നോട് ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ തനിയെ കുറച്ച് നേരെ ഇരുന്ന് ആലോചിക്കുക. നീയും എൻ്റെ അഞ്ജുവും തമ്മിലുള്ള ആ റിലേഷൻ സമയത്ത് എന്തെല്ലാം മെമ്മറീസാണ് നിനക്ക് ഉണ്ടായതെന്ന്. അപ്പോഴും നിനക്ക് മനസ്സിലാവും നിൻ്റെ ചാരു എൻ്റെ അഞ്ജു ആണെന്ന്. ഇപ്പോൾ നീ സമാധാനത്തോടെ നമുക്കിതെല്ലാം കണ്ടുപിടിക്കണം. എടാ എന്താടാ? ഇല്ല ഒന്നുമില്ല, നീ പോയി കിടന്നു. ഞാനായിട്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എടാ എന്തോന്നാടാ ഇത്? നീ എന്താ കരുതുന്നത്? ഞാൻ സുഖിച്ച് അവിടെ ആ റൂമിൽ കിടക്കാനാ? എടാ എനിക്ക് ചങ്ക് പൊട്ടുന്നുണ്ട്. എനിക്ക് നീ എങ്ങനെ നിന്റെ ചാനൂസിനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിനെ ഞാൻ സ്നേഹിക്കുന്നത്. കുഞ്ഞാൽ തൊട്ട് അവിടെ ഞാൻ ഈ കൈകളിലാണ് താലോലിച്ചത്, അറിയോ നിനക്ക്? അപ്പോൾ ആ വേദനക്കാട്ടിലൊന്നും വരില്ലടാ നിന്റെ ഈ ബാല്യകാല പ്രണയത്തിനെ കുറിച്ചുള്ള ഓർമ്മകളും ആഗ്രഹങ്ങളൊക്കെ. എനിക്ക് എൻ്റെ സമനില തന്നെ തെറ്റുന്നുണ്ട്. ഓംകാരം, നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്ഷമിക്കുന്നത്. എനിക്ക് വേറൊരു മുഖമുണ്ട്, നിനക്കറിയാമല്ലോ. എടാ എനിക്കറിയാം, ഞാൻ കാരണം നിന്റെ സഹോദരിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയെങ്കിലും രുദ്രനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു കൊള്ളാം. നിന്റെ അല്ല എൻ്റെ ചാരൂസിനെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണമെന്ന്. ഇപ്പോഴാ പറഞ്ഞതാ, ശരി മനസ്സിലായോ? നിന്റെ ചാരു എൻ്റെ അഞ്ജുവ. മനസ്സിലായി. ഇനി പോയി കിടന്നു പോന്നു. വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. ഓക്കെ? ശരിടാ, എനിക്ക് നീ പോയി കിടന്നു. ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടടാ. എടാ പോയി കിടന്നു. ഞാൻ അറിയാതെ എന്താണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് നീ ഇവിടെ ഇരുന്ന് ഉറക്കം ഒഴിഞ്ഞ് ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. എനിക്ക് ഉറപ്പാണ് അഞ്ജു തന്നെയാണ് എൻ്റെ ചാരുവിന്. ഞാൻ ഇനി വേറെ ഒന്നും ചിന്തിച്ച് നിന്നെയും ടെൻഷൻ അടിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ മനസ്സിനെയും ടെൻഷൻ അടിപ്പിക്കുന്നില്ല. ഓക്കെ? ശരി, എനിക്ക് വാ, ഞാൻ നിൻ്റെ കൂടെ വരാം. എടാ വേണ്ട, നീയും കൂടെ വന്നു കഴിഞ്ഞാൽ രുദ്രയ്ക്ക് സംശയമാവും. പിന്നെ നമ്മളുടെ അഞ്ജു ഒരുപാട് സങ്കടങ്ങൾ അവിടെ സഹിക്കേണ്ടി വരും. അത് ശരിയാ. നീ കേട്ടണോ? ആ മരണത്തിൻ്റെ കൂടെ ഞാൻ ജീവിച്ചല്ലേ പറ്റൂ. 1 വർഷം അത് ഞാൻ ജീവിച്ച് തീർത്തോളാം. എടാ ടെൻഷനാവല്ലേ, എല്ലാം ശരിയാവും. ശരിയാവുമെന്ന് വിശ്വസിക്കാം. ശരിടാ.